ഹലോ, ഇപ്പോൾ സമയം വെളുപ്പിനൊരു 3:20 3:25 മാർച്ച് 14. എനിക്ക് കടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഹൊറർ സ്റ്റോറിയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. വെളുപ്പിനൊക്കെ അപ്പോൾ ഒരു ഹൊറർ സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു നിങ്ങളോട്. അപ്പോൾ ലെറ്റ് മി സ്റ്റാർട്ട്. ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബം, ഒരു ചെറിയൊരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും ഉള്ളൊരു കുടുംബം. ഭർത്താവിന് നമുക്ക് പേര് രതീഷ് എന്ന് കൊടുക്കാം, ഭാര്യയ്ക്ക് സുമതി. അപ്പോൾ രതീഷും സുമതിയും 2 ചെറിയ മക്കളും കൂടി അവരുടെ ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനെ സന്തോഷത്തിൽ ജീവിച്ചവരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറിൻ്റെ അവിടെ ഒരു മുട്ട കേട്ടു. ടിങ് 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 എന്ന് മുട്ട കേട്ടു. അപ്പോൾ ആദ്യം രതീഷാണ് കേട്ടത്. അപ്പോൾ രതീഷ് എന്താണ് ഇപ്പോൾ ഒരു സൗണ്ട് ഈ നട്ടപ്പാതിരക്ക് എന്ന് വിചാരിച്ചിട്ട് രതീഷ് അവിടെ കിടന്നു. പിന്നെയും ഡോറിൽ മുട്ട് ടിങ് ടിങ് ടിങ്. അപ്പം കേട്ടത് സുമതിയാണ്. അപ്പോൾ സുമതി ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സുമതി ചിലപ്പോൾ തോന്നിയതാവെന്ന് വിചാരിച്ചിട്ട് സുമതി കിടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പിന്നെയും വാതിലിലൊരു മുട്ട് ടിങ് 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 പറഞ്ഞിട്ട്. അപ്പം രണ്ടുപേരും എഴുന്നേറ്റിട്ട് മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് നീ നേരത്തെ ഒരു മുട്ട കേട്ടോന്ന് സുമതിനോടും ചേട്ടൻ മുട്ട കേട്ടോന്ന് രതീഷിനോടും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും ഞാൻ കേട്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രതീഷേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ നടന്നു പോയി. അപ്പോൾ നടന്നു പോണ സമയത്തും ഡോറിൻ്റെ അവിടെ നിന്ന് ടിങ് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ മുട്ട്. അപ്പോൾ രതീഷേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഡോർ തുറക്കാൻ പോയപ്പോൾ സുമതി പറഞ്ഞു, അയ്യോ ചേട്ടാ ഇപ്പോൾ തുറക്കല്ലേ, നമുക്ക് ജസ്റ്റ് ജനലിൽ കൂടെ ഒന്ന് നോക്കാം ആരാണെന്ന്. ഇത്ര സമയമായില്ലേ, വെളുപ്പിന് ഇത്ര സമയമായതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ആരെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സുമതി ജനൽ പതിയെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ രതീഷേട്ടൻ പറഞ്ഞു, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആരാന്ന് എന്ന് പറഞ്ഞിട്ട് ജനലിൻ്റെ അങ്ങോട്ട് നീങ്ങിയിട്ട് രതീഷേട്ടൻ ഇങ്ങനെ ചോദിച്ച് ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഒന്നും മിണ്ടണില്ല. അപ്പോൾ പിന്നെയും രതീഷേട്ടൻ ചോദിച്ച് ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഒന്ന് പറയൂ, എന്തിനാണ് ഞങ്ങളുടെ ഡോറിൽ ഇങ്ങനെ മുട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം ഇങ്ങനെ വന്ന്, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവും ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇപ്പോൾ റോട്ടിൽ നോക്കിയപ്പോൾ ഈ സമയമായതുകൊണ്ട് ആരെയും കാണാനില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിങ്ങളുടെ വീടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്, ഒരു സഹായം ചോദിച്ച് വന്നതാണ്, ഞങ്ങളുടെ വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു. അപ്പോഴും ഈ സ്ത്രീയുടെ മുഖം കാണാൻ പറ്റണില്ല, അവർ കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ രതീഷേട്ടൻ പറഞ്ഞു, ഓക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രതീഷേട്ടൻ ഇങ്ങനെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ സുമതി ചേച്ചി അവിടെ ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തി നോക്കി. ഈ പെൺകുച്ചിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇത് എന്താണ് ആരാണെന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എത്തി നോക്കി. അപ്പോഴൊന്നും കാണാൻ പറ്റണില്ല, ഒരു നിഴൽ അവിടെ കാണാമെന്നല്ലാണ്ട് ആളെ കാണാൻ പറ്റണില്ല. അപ്പോഴേക്കും രതീഷേട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന്. അങ്ങനെ രതീഷേട്ടൻ ഇങ്ങനെ ഡോറ് തുറക്കാൻ പോയപ്പോൾ സുമതി ചേച്ചി പറഞ്ഞു, ഒരു മിനിറ്റ് തുറക്കല്ലേ, നമ്മൾ ഇതുവരെ ആളെ കണ്ടില്ലല്ലോ, എന്താണ് ഈ സമയത്ത് ഈ വെളുപ്പിനൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ഒന്നും സഹായം ചെയ്തു കൊടുക്കാൻ പോകണ്ട, നമുക്ക് എന്താണ് എങ്ങനെയൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. രതീഷേട്ടൻ പറഞ്ഞു, അത് പാവം കുട്ടി, ഈ സമയമായില്ലേ, വേറെ ആരോടും അവർ സഹായം ചോദിക്കാനാ, നമ്മുടെ അടുത്തുള്ള വീടായതുകൊണ്ടല്ലോ അവർ വന്നാൽ ചോദിച്ചത്, നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പറയാമോ, അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോകണ വഴിയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സുമതി ചേച്ചി പറഞ്ഞു, എന്നാലും ഒന്ന് നോക്കിയിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു.
അപ്പോൾ രതീഷേട്ടൻ പറഞ്ഞു ഏയ് അത് സാരില്ല, തുറന്ന് നോക്കട്ടെ എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഡോറിങ്ങനെ മെല്ലെ ഡോറിങ്ങനെ തുറന്നപ്പോൾ ആരെയും കാണാനില്ല അവിടെ. അപ്പോൾ രതീഷേട്ടൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് എന്ത് പറ്റിയിട്ടുണ്ടാവും? സസ്പെൻസ്. ബാക്കി സ്റ്റോറി ഞാൻ പറയണില്ല. ബാക്കി സ്റ്റോറി നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ അങ്ങോട്ട് എൻഡ് ചെയ്യുക. ഓക്കെ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് എഴുതി സഹായിക്കുക. എന്തോരം ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ, ഞാൻ കൂടി ഒന്ന് അറിയട്ടെ. ഞാൻ ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കി പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങളും ബാക്കി അങ്ങോട്ട് ഉണ്ടാക്കുക. നോക്കട്ടെ നല്ല ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണോ നമ്മളൊന്നും അറിയണ്ടേ. അപ്പോൾ ഇപ്പോൾ സമയം 3:30 ആവുന്നു. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.